നമുക്ക് ഈ ലെക്ചറിൽ സ്ലൈസിംഗ് ഓപ്പറേഷൻ എന്താണെന്ന് കാണാം. സ്ലൈസിങ്ങിന്റെ സിന്റാക്സ് എൽ സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് കോളൻ എൻഡ് കോളൻ സ്റ്റെപ്പ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ലിസ്റ്റിന്റെ പേരാണ്. ഇറ്റ് വിൽ ഗെറ്റ് us a range of elements from start index to end minus 1th index with step size of step. By default സ്റ്റെപ്പിന്റെ വാല്യൂ 1 ആണ്, സ്റ്റാർട്ട് 0 ആണ്, എൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് ആണ്, ഓർ len ഓഫ് l minus 1, ലെങ്ത് ഓഫ് ലിസ്റ്റ് minus 1. നമുക്കൊരു ലിസ്റ്റ് എടുക്കാം. l equal to 1 2 3 4 5 6. പ്രിന്റ് l 1 2 3 4 5 6. l 0 to 4. l 0 to 4 എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സ് തൊട്ട് 3rd ഇൻഡെക്സ് വരെയുള്ള എലമെന്റ്സ് 1 2 3 4 നമുക്കൊരു പുതിയ ലിസ്റ്റിൽ കിട്ടി. l 0 to 4 എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത് വിത്ത് എലമെന്റ്സ് ഫ്രം 0 to 3. l 1 to 6 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റ്, പിന്നെ 3rd ഇൻഡെക്സിലുള്ള എലമെന്റ്, പിന്നെ 5th ഇൻഡെക്സിലുള്ള എലമെന്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഫസ്റ്റ് ഇൻഡെക്സിൽ ഏതായിരുന്നു? 2. 3rd ഇൻഡെക്സിലോ 4. 5th ഇൻഡെക്സിലോ 6. അങ്ങനെ നമുക്ക് 2 4 6 കിട്ടി. വെൻ സ്റ്റെപ്പ് ഈസ് നെഗറ്റീവ്, സ്റ്റെപ്പിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ സ്റ്റാർട്ടിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ എൻഡ് ആയിരിക്കും. വി മൂവ് ബാക്ക്വേർഡ്സ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് പ്ലസ് 1. ബൈ ഡിഫാൾട്ട് സ്റ്റാർട്ട് ഈക്വൽ ടു ലാസ്റ്റ് ഇൻഡെക്സ് എൽ സ്ക്വയർ ബ്രാക്കറ്റ് കോളൻ കോളൻ -1 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് എത്രയാണ്? ലാസ്റ്റ് ഇൻഡെക്സ് ആണ്. ലാസ്റ്റ് ഇൻഡെക്സ് തൊട്ട് തുടക്കം വരെയുള്ള എല്ലാ എലമെന്റ്സും റിവേഴ്സിൽ പ്രിന്റ് ചെയ്യണം. അതാണ് എൽ കോളൻ കോളൻ -1 കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക? 6 5 4 3 2 1 റിവേഴ്സിൽ പ്രിന്റ് ആയി. ലാസ്റ്റ് ഇൻഡെക്സ് തൊട്ട് 0th ഇൻഡെക്സ് വരെ ഉള്ള എല്ലാ എലമെന്റ്സും റിവേഴ്സിൽ പ്രിന്റ് ആയി. എൽ 5 to 1 -1 എന്ന് പറഞ്ഞാൽ 5th ഇൻഡെക്സ് തൊട്ട് 2nd ഇൻഡെക്സ് വരെയുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടും. റിവേഴ്സ് ഓർഡറിലാണ് നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നത്. ഇവിടെ 5th ഇൻഡെക്സ് തൊട്ട് 2nd ഇൻഡെക്സ് വരെയുള്ള എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? 6 5 4 3 3 വരെയല്ലേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സ് 5 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ള എലമെന്റ് വരെ 3 4 5 6 അതിനെ എടുക്കുക, റിവേഴ്സ് ചെയ്യുക. അതാണ് ഇവിടെ -1 കൊണ്ട് അർത്ഥമാക്കുന്നത്. എൽ 4 കോളൻ കോളൻ -1 നമുക്ക് 4th ഇൻഡെക്സ് തൊട്ട് 0th ഇൻഡെക്സ് വരെയുള്ള എല്ലാ എലമെന്റ്സും റിവേഴ്സിൽ ഡിസ്പ്ലേയിൽ തരണം. അതിനാണ് എൽ 4 കോളൻ കോളൻ -1 എന്ന സിന്റാക്സ് നമ്മൾ യൂസ് ചെയ്തത്. 4th ഇൻഡെക്സ് ഏതായിരുന്നു? ഇതിൽ 0 1 2 3 4. 4th 5 ആണ്. 5 കഴിഞ്ഞാൽ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1. എൽ കോളൻ 2 കോളൻ -1 ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഏതൊക്കെ എലമെന്റ്സ് ആയിരിക്കും എടുക്കുക? സ്റ്റാർട്ടിന്റെ വാല്യൂ ലാസ്റ്റ് ഇൻഡെക്സ് ആണ്. അപ്പം ലാസ്റ്റ് ഇൻഡെക്സ് തൊട്ട് 2nd ഇൻഡെക്സ് വരെയുള്ള എലമെന്റ്സ് 2nd ഇൻഡെക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അപ്പം 0 1 2 3 4 5 ആദ്യം 5th ഇൻഡെക്സ് 6 വരും, പിന്നെ 4th 5, പിന്നെ 3rd 4 5 6 നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് അതിനെ റിവേഴ്സ് ചെയ്യും. 6 5 4 6 5 4 എന്നായിരിക്കണം ഇതിന്റെ ഔട്ട്പുട്ട്. അങ്ങനെ നമുക്ക് 6 5 4 കിട്ടി. എൽ 1 കോളൻ 1 എൽ 1 കോളൻ കോളൻ -1 ഇവിടെ എന്തായിരിക്കും കിട്ടുക? ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് എവിടം വരെയാണ്? 0th ഇൻഡെക്സ് വരെ ഇൻക്ലൂഡിങ് 0th ഇൻഡെക്സ് റിവേഴ്സിൽ പ്രിന്റ് ചെയ്ത് തരും. അങ്ങനെ നമുക്ക് 2ഉം 1ഉം കിട്ടി. എൽ 4 കോളൻ കോളൻ -2 എന്ന് പറഞ്ഞാൽ 4th ഇൻഡെക്സ് തൊട്ട് 0th ഇൻഡെക്സ് വരെ 0th ഇൻഡെക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് സൈസ് -2 ആണ്. എന്ന് വെച്ചാൽ 4th ഇൻഡെക്സ്
ആദ്യം ഡിസ്പ്ലേയിൽ തരും, പിന്നെ സെക്കൻഡ് ഇൻഡെക്സ്, പിന്നെ 0th ഇൻഡെക്സ്. അങ്ങനെ നമുക്ക് 531 കിട്ടി.